ആദ്യം പ്രാർത്ഥന. വേണ്ട, മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. മറ്റേ ഫയൽ എടുക്ക്. ഈ ഫയലുണ്ട്. ഇതോ ഇതല്ല. എന്താ കണക്ക് ചോദിച്ചപ്പോ രണ്ടുപേരും കൂടി തപ്പുന്നത്? അല്ല, ധനകാര്യം മൂപ്പരല്ലേ, മൂപ്പർ ആദ്യം കണക്ക് വെക്കട്ടെ. അത് പറയാൻ താനാരാ? ഈ താൻ ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഗതാഗതത്തിന്റെ കണക്കാണ്? ഗതാഗത വകുപ്പ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കണക്ക് ബോധ്യപ്പെടുത്താൻ നമ്മളെക്കാൾ ബാധ്യത ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഈ കോശാനാണ്. എനിക്കിനി വയ്യാട്ടോ. ഇത്രയും കാലം ധനകാര്യം ഞാൻ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ചില്ലി കാശിന്റെ കൈക്കൂലിയോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടുണ്ടോ? ഈ കോഴിശ്ശേരി തറവാട്ടിലെ കാരണവരായ കുറുപ്പ് മുതലാളി ഇവിടുത്തെ ഗതാഗത വകുപ്പിന് അള്ളാള് സേവിച്ച് സേവിച്ച് നിങ്ങളത് നോക്കി നമ്മളെ എല്ലും തോലായി. നിങ്ങളത് കാണണ്ടോ മുതലാളി? എല്ലും തോലും. കണക്ക് ആവശ്യപ്പെടുമ്പോ എപ്പോഴും വഴക്കും വക്കാണവും. നിങ്ങൾ ആരാ എന്റെ കാര്യസ്ഥന്മാര് തന്നല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യണം. അടുത്ത ആഴ്ച മുതൽ എല്ലാ കണക്കുകളും എന്നെ ബോധ്യപ്പെടുത്തണം. അതും പകല്. രാത്രിയുള്ള ഇടപാടേ വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്റെ അനന്തരവന്മാരില്ലേ രാകേഷും രമേഷും, എത്രയും വേഗത്തിൽ അവരെ കത്തയച്ചു വരുത്തണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അത് വേണം. എന്റെ അഭിപ്രായത്തിൽ അതിപ്പം വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. സാറേ, ഇതാണെന്റെ അച്ഛൻ, ചെലവിന് തരാത്ത കഞ്ചൻ. ഇന്ന് ഓമനക്കുട്ടിന് കിട്ടും, നോക്കിക്കോ. ഓ, കിട്ടാനൊന്നുമില്ലേ? നമുക്ക് കാണാലോ. കാണാനെന്തുവാ? കൊന്നുകളയോ അവൻ? ആ 3 കാര്യസ്ഥന്മാരും ഓമനയെ വെറുതെ വിടുന്ന വിചാരം? ചേടാ, അതിന് ഞാനെന്ത് കുറ്റം ചെയ്തെന്നാ? ഇപ്പൊ സമയം എത്രയെന്നറിയോ? പതിവിലും 1 മണിക്കൂർ വൈകിയല്ലേ ഓമന എത്തിയത്? എന്ന് പറഞ്ഞാൽ എന്റെ ലൈലെ പല പല ജോലികളല്ലേ ലൈലെ, ഓരോന്ന് ഒതുക്കാതെ വരാൻ പറ്റുമോ? അവിടെ മരുമ്പി ചെന്നാലും കിട്ടുമല്ലേ? ആ 3 സ്കട്ട് മിസൈലുകളാ. ഓ, സ്കഡ് മിസൈൽ ആണെങ്കിലേ ഞാൻ പേട്രിയോട്ട് മിസൈലാ കേട്ടാ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ. നീ ഞങ്ങളെ പറ്റി എന്താ ധരിച്ചത്? നിനക്ക് തോന്നുമ്പോ കയറി വരാനും തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും ഇതെന്താ സത്ര? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ വരട്ടാതെ കോശി സാറേ കേട്ടാ. ഞാനും ഈ നാട്ടുകാരൻ തന്നെ. പിന്നെ കോട്ടുളിക്കാരും കുതിരവട്ടക്കാരും അത്ര മോശക്കാരും ഒന്നുമല്ല. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം, അതാ എന്റെ മര്യാദ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മര്യാദ എനിക്കിതാ. ഞാൻ കുറെ മര്യാദ ഒരു ചാക്കി കെട്ടി നിനക്ക് അങ്ങോട്ട് തരാം. അതെ, നീ ഒരു ചെത്തുകാരനാ. ചെത്തുകാരന്റെ നിലയ്ക്ക് ഉണ്ടാ മതി. ഓഹോ, അപ്പൊ എല്ലാരോടെ ചേർന്ന് എന്നെ ഭരിക്കാൻ നോക്കല്ലേ? അയ്യേ, അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. അധികം വിളച്ചിൽ എന്നോട് കാണിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ഈ വെട്ടിപ്പ്, തട്ടിപ്പ്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ ചെന്ന് കുറുപ്പദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കും. നീ പറയൂല്ലേ? എന്തോ എനിക്കറിയില്ല. ചേട്ടൻ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നു. പിന്നെ ഇത് രാകേഷും രമേഷിന്റെ കത്താണ്. ഇതാ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്തിട്ട് വേഗം കൊണ്ട് വാ. മര്യാദക്ക് പോസ്റ്റ് ചെയ്ത് വരുന്നതാണ് നിനക്ക് നല്ലത്. നല്ലതാണ്, ചീത്തയാണ്. പോയിട്ട് വേഗം വാടോ. എന്താ ഇവിടെ ഉണ്ടായത്? ആ പന്നി പറഞ്ഞു കേട്ടില്ല. പന്നേ, എന്ത്? ഇനി അവൻ തെങ്ങ് തെങ്ങ് ഞാൻ വെട്ടിടും. എന്താണ് സ്വഭാവം അറിയില്ല അവന്. അതാണ് ഞമ്മള് പറഞ്ഞത്. ഒരു ചെത്തുകാരൻ വിചാരിച്ച ഒരു തെങ്ങിന് കേടുപാട് പറ്റിക്കാൻ ഓനെ കൊണ്ട് കഴിയും. നമ്മുടെ ഒരു ചുക്കും ചെയ്യാൻ ഓനെ കൊണ്ട് കഴിയൂല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? ഒത്തു പിടിച്ചാ മലയും പോരും. ഇവിടെ മലയും കുന്നൊന്നുമല്ല പ്രശ്നം. ഞമ്മക്ക് ഈ തറവാട് കുളം കോരണം, അതാണ് പ്രശ്നം. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ. ആ ദേ, നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പാടില്ല. അതാണ് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായി തന്നെ ഈ നമ്മള് ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ബാപ്പനെ വിളിക്കില്ല, ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ഏറ്റല്ലോ? ഏറ്റ്. ഇങ്ങോട്ട് വന്നേ. എന്താ എനിക്കൊരു സ്വകാര്യം? ഒരു ഉമ്മ തരാനാണ്. ഉമ്മയോ? എന്തൊരു നാറ്റം. അത് അപ്പൊക്കെ പറഞ്ഞു ഉമ്മ വെക്കുമ്പോഴൊക്കെ കടത്ത്. കിടന്ന് കൂവാതടാ.
മര്യാദക്ക് കൈനീട്ടിക്കോ, മര്യാദക്ക് കൈനീട്ടിക്കോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനല്ലേടാ. ചേട്ടനൊക്കെ അങ്ങ് വീട്ടില്. എന്നാ പിന്നെ അഴിച്ചാം കുഴിച്ചാം നമുക്ക് ഒന്നേന്ന് കളിക്കാം. അഴിച്ചാൻ കുഴിച്ചാൻ ഒന്നും വേണ്ട, കിട്ടാനുള്ളത് കയ്യോടെ മേടിച്ചോ. സാർ എന്താ ഒരു കത്തുണ്ട് സാർ. എന്താണ് ഇരിക്കുന്നത്? പോടാ. നോക്കട്ടെ. ആരുടെ കഥ? പ്രിയപ്പെട്ട രാകേഷും രമേശ് അറിയുന്നതിന് അമ്മാവൻ എഴുതുന്നു. കഴിഞ്ഞ 6 വർഷമായി നിങ്ങളില്ലാത്ത ജീവിതം തള്ളി നീക്കിയ ഈ വയസ്സായ അമ്മാവന് ആ. ഇനിയെങ്കിലും ഒരു വിശ്രമവും മനസമാധാനവും ആവശ്യമല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്റെ ഇരു കണ്ണുകളാണ്. ഈ കത്ത് കിട്ടിയാലുടൻ എന്റെ പുന്നാര മക്കൾ ഇവിടെ ഓടിയെത്തണം. ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ എനിക്ക് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ വയ്യ. ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ വയസ്സിനെ നിരാശനാക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി സ്വത്തുക്കൾ ഏറ്റുവാങ്ങുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പുന്നാരമ്മാവൻ കുഞ്ചുകുറുപ്പ്. ഹലോ റിസപ്ഷൻ, ഐ എം രമേഷ് ഫ്രം റൂം നമ്പർ 224. ഞങ്ങൾക്ക് ടൂറിസ്റ്റ് ടാക്സി അറേഞ്ച് ചെയ്യണം, നാട്ടിൽ പോകാനാ. ഓക്കെ, താങ്ക് യു. ആ ഡേ, നമ്മൾ കാറിലാണ് പോകുന്നതെന്നുള്ള കാര്യം മറക്കണ്ട. വഴിയിൽ ഒരുപാട് വണ്ടികൾ ഹോൺ അടിക്കും. ആ പഞ്ഞിക്കെട്ടുകൂടി എടുത്തോ, വേണ്ടി വരും. എടാ കുരുവൃത്തം കെട്ടവനെ, നിനക്ക് എപ്പോഴും ആവശ്യം ഈ പെട്രോൾ അടിയല്ലേ? കോഴിശ്ശേരി തറവാട്ടിൽ ഇന്നേ തീയതി വരെ ഒരു മദ്യപാനിയും ജനിച്ചിട്ടില്ല. ഇല്ലേ? എടാ കോഴിശ്ശേരി തറവാട്ടിൽ ഇന്നേ തീയതി വരെ ഒരു കിറുക്കനും ജനിച്ചിട്ടില്ല. ഞാൻ ഇനി കുടിക്കും, നീ എന്തോ ചെയ്യും? ചെയ്യാനൊന്നുമില്ല. വീട്ടിൽ ചെന്ന ഉടൻ അമ്മാവനോട് പറഞ്ഞ് ഇതൊന്ന് നിർത്തിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഓഹോ, അപ്പൊ നിനക്ക് തലക്ക് ആക്സിഡന്റ് പറ്റിയതും കറണ്ട് അടിച്ച് ചികിത്സിപ്പിച്ചതും ആജീവനാന്തമുള്ള നിന്റെ ഒടുക്കത്തെ മരുന്ന് കഴിപ്പും പോരാത്തതിന് PP ഹോണടി കേട്ടാൽ നിനക്കുണ്ടാകുന്ന കിളി പോലത്തെ മുഴുത്ത ഭ്രാന്തൊന്നും ഞാൻ അമ്മാവന്റെ അടുത്ത് പറയണ്ടല്ലേ? പോയി ജോലി നോക്കട്ടെ. ഈ കണക്കിന് 1-2 ഹോണടികൾ ഒന്നിച്ച് കേട്ടിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? എന്താ? അതൊക്കെ പോട്ടെ. അമ്മാവൻ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ നമുക്ക് തരാൻ പോവല്ലേ? എന്താ നിന്റെ പരിപാടി? കഴിഞ്ഞ 6 വർഷമായി നമ്മൾ താമസിക്കുന്ന ഈ 5 സ്റ്റാർ ഹോട്ടലിലെ മുറിയും ഇതിലെ സാധനങ്ങളും വിട്ടുപിരിയുന്നതിൽ നിനക്ക് സങ്കടം തോന്നുന്നില്ലേ? തോന്നുന്നില്ലേന്നോ? ഈ ഇരിക്കുന്ന ടിവിയും VCRും ഈ AC-യും ഈ ഫാനും ഈ കട്ടിലും ഈ കിടക്കയും എന്ന് വേണ്ട കാലിന് മെത്തയായ ഈ കാർപ്പറ്റ് പോലും നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ രക്തത്തിന്റെ ഭാഗമല്ലേ? നമ്മൾ ഇവയൊക്കെ വിട്ടു പോയാലും ഇവർക്ക് ആ മനസ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ, ഒരിക്കലുമില്ല. ചേതനേറ്റി കിടക്കുന്ന ഈ മിണ്ടാപ്രാണികളെ നാം ഈ തടവറയിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ. എന്നാ ഇനി വൈകിക്കണ്ട, പാക്ക് ചെയ്യാം. രാകേഷും രമേഷും വരാറായില്ലേ? അവരിപ്പോ ഇങ്ങനെ എത്തുന്നേ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. എന്നാ നിന്റെ അളിയന്മാരവര് വരുന്നു. ലക്ഷങ്ങൾ മുഴുവൻ തരാന്ന് പറഞ്ഞിട്ട് വെറും കൈയോടെയാണല്ലോ നിപ്പ്. വാ, കണ്ടമാനം സമ്പാദ്യമായിട്ടാണല്ലോ അവരുടെ വരവ്. അവര് സന്തോഷം കണ്ട കരയിലേക്ക് വീണു. അമ്മാവാ, ക്ഷീണിച്ചു പോയല്ലോടാ രണ്ടുപേരും. അവിടെ ഭക്ഷണം ഒന്നും കഴിക്കാറില്ലേ നിങ്ങള്? നിങ്ങൾ ആ സാധനം ഇറക്കി വെച്ചിട്ട് വണ്ടി വിട്ടേക്ക്. സാധനങ്ങളൊന്നും കേടുപാട് കൂടാതെ ഇറക്കണം. പറഞ്ഞത് കേട്ടില്ലേ? തന്നോടും കൂടെ പറഞ്ഞേ. അതൊക്കെ അവരിറക്കിക്കൊള്ളും, നിങ്ങൾ വരും. കള്ള റാസ്കൽ. 6 കൊല്ലായി പഠിപ്പിനെന്ന് പറഞ്ഞ് 10-12 ലക്ഷം രൂപ തൊലച്ചില്ലേ? അല്ല ഞമ്മ എന്താ പറയാ പണിക്കാരോ? അതും ഇങ്ങോട്ട് എടുക്കും ഇതും ഇങ്ങോട്ട് എടുക്കുന്ന എന്തിന് ഇത് പിടിച്ചേ? നമ്മളെ കൊണ്ടാവൂല. ഇത് പിടിക്കാൻ പറഞ്ഞില്ലേ? ഇന്നെ കൊണ്ട് കഴിയൂല. എന്ത് കോമ്പാളി ഓടിക്കുന്നു. പിന്നെ കോമാല പിടിക്കുന്ന എന്റെ മറ്റേ ഞാൻ ഇത് പിടിക്കട്ടെ. ആ ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കി. ഇത് ചീപ്പ് പണിയായിപ്പോയി.
നാളെ ഈ വീട് മുഴുവൻ കൈ വൃത്തിയാക്കാനും പട്ടിനും പശുവിനും കുളിപ്പിക്കുന്നു പറയാൻ മതി. ഇങ്ങക്കാണ് പരിചയം ഉണ്ട് നോക്കുക, ഞമ്മക്കത് അറിയില്ല. സൂക്ഷിച്ച് സംസാരിക്കാൻ എനിക്ക് നല്ല കേട്ടോ. സൂക്ഷിച്ച് നീ സംസാരിക്കാം. ഇവിടെ ചെയ്തൊക്കെ എനിക്കറിയാടാ. അല്ല ഞമ്മക്കും തരും. എടാ നീ രാത്രി കോഴിക്കോട്ട് കല്ലായി പുഴയിന്ന് മരം കട്ട് വിറ്റില്ലടാ പട്ടി. മഹാറാണി ഹോട്ടലിൽ ക്യാഷ് അടിച്ച് നിർത്തിയിട്ട് അവിടുന്ന് ക്യാഷ് അടിച്ചൊന്നും ഞമ്മക്ക് ക്യാഷ് അടിച്ച് നിന്റെ അമ്മോ. നിന്നെ ഞാൻ ഇന്റെ അമ്മോ, ഇന്റെ കരളിന് കുത്തിയില്ല, അമ്മോ, അമ്മോ. എന്നാ പിന്നെ നമുക്ക് സ്നേഹമായിട്ട് പോവാന്ന്. അങ്ങനെ മര്യാദക്ക് പറയും. എനിക്ക് എന്റെ ബാപ്പനെ എനിക്ക് തിരില്ല. ടൗസറാജിന്റെ മോനാണ് ഞാൻ കേട്ടോ. തെറ്റിയാല് പളര് കത്തിയാൻ കഴിച്ചു. ഒരു കാര്യം പറയാനുണ്ട്, അങ്ങോട്ട് വന്നേ. വാ. കോശിച്ചായനെന്താ ഈ നേരത്ത്? ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അതെന്താ? അതായത് ഇന്നു മുതൽ രാകേഷിനും രമേശിനും ഞാൻ പറയുന്ന ആഹാരം കൊടുത്താൽ മതി. കോശിച്ചായം പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഒരു 100 രൂപ എടുക്കാനുണ്ടോ? രൂപയുടെ പ്രശ്നം കള. ഞാനല്ലേ ധനകാര്യം. കോശിച്ചായം പൊയ്ക്കോളൂ, അത് ഞാൻ ഏറ്റു. വാരല്ലേ മോളെ, ഞാൻ പറയണത് കേട്ടാ മതി. ഓ നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇനിയും പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ചെറിയ കുട്ടികളല്ലേ, പഠിച്ചോട്ടെ 10-15 കൊല്ലോ. വേണ്ട വേണ്ട, പഠിച്ചതൊക്കെ മതി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്തൊക്കെ നോക്കിയെടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങോട്ട് പോട്ടെ. ശരി അമ്മ. പിന്നെ ഒന്നുകൂടെ നോക്ക്. എന്താ? അന്റെ അടുത്ത് ഞമ്മളൊരു കാര്യം പറഞ്ഞ് ഈ ചെയ്യോ? ഇന്നു മുതൽ രമേശിനും രാകേഷിനും വെറും ചമ്മന്തിയും കഞ്ഞിയും കൊടുത്താൽ മതി കേട്ടാ. വേണമെങ്കിൽ ഒരു ചുട്ട പാപ്പടം കൊടുക്കും. അയ്യോ, അത് കഷ്ടല്ലേ ഇക്ക? ഒരു കഷ്ടവുമില്ല. ഇതിൽ ഞമ്മക്ക് ഉണ്ടാക്കും ഒരു നഷ്ടവുമില്ല. ഈ ഞമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് ചെയ്താൽ മതി. എന്തേ എന്തേടോ? ശരി. മലയാളി ഒരു കാര്യം ചെയ്യും, ഞമ്മളെ പുരയിലേക്കുള്ള മരം ഇറക്കിയതിന് ശേഷം മതി ഞമ്മളെ മൊലാളിന്റെ എസ്റ്റേറ്റിലേക്കുള്ള മരം ഇറക്കാൻ കേട്ടാ. അല്ല നമ്മൾ എപ്പോഴാ കൊടുത്തേക്കേണ്ടത്? അല്ല അത് മരം പിടിക്കുന്നു. അല്ലാന്ന് മരം വാങ്ങി കുറച്ച് ചെമ്മീൻ കിട്ടിക്കുന്ന കൊടമ്പുളിയും കൂടി കിട്ടി അതിട്ട് ബെക്കേന്ന് പറയണ മലയാളി. കൊടംപുളി ഞങ്ങളിപ്പോ വരെ താ അറിഞ്ഞ ഇല്ല. അവിടെ ഹോട്ടലുകാർ വന്ന് വലിയ അടി നടത്തുക. രാകേഷും രമേശും കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അവരുടെ സ്വന്തമല്ല, മോഷ്ടിച്ചതാണെന്ന്. ഇത് വെച്ച് നമുക്ക് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്താലോ? എന്താ ഇവിടെ ഇരിക്കണേ? അല്ല ഞാൻ ആലോചിക്കും. അവസാനം തെങ്ങിന് താഴെ വന്നപ്പോഴാ അമ്മ എല്ലാം അമ്മൂമ്മയാന്ന് മനസ്സിലായത്. ഇവരാളൊരു ഭയങ്കര അവനെ പോയി മറ്റേ സംഘടിപ്പിച്ചോണ്ടോ. ഞാനിപ്പോ കൊണ്ടുവരാം. വേഗം വേഗം വരണം കേട്ടോ. ഓ അവന്റെ ചെറുപ്പത്തിലെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങളെങ്ങോട്ടാണ് പോണ? ഇതാന്ന് രണ്ടാൾക്കാർ. പിന്നെ ഇതെന്താണ് പന്നി കുട്ടികളോ? എന്റെ പൊന്നും ചങ്ങായിമാരെ, നിങ്ങൾ ഈ ദുനിയാവ് മുഴുവൻ തെരഞ്ഞെറിഞ്ഞ് നടന്ന് മതിയായി. എന്താ കാര്യം? എന്താ കാര്യം? കുന്തോ ഏതായാലും നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുണ്ട് വളരെ നന്നായി. കോശ ഒന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ പഴയ അമ്മാവനല്ല. അയ്യോ, പഴയ അമ്മാവൻ എന്ത്? പഴയ അമ്മ കുവൈത്തിലേക്ക് പോയിക്കണ്. യുദ്ധത്തിന് വെടിയൊക്കെ മൂപ്പരെയാണ് അങ്ങോട്ട് വിളിച്ചിക്കണ്. എടോ പഴയ അമ്മാവൻ തന്നെയാണ്, അമ്മായി ആയിട്ടില്ല. പക്ഷെ എന്താ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടു. മൂപ്പര് സോപ്പിട്ട് നിന്നാല് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ മാർഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഒന്ന്, അമ്മാവൻ വിളിക്കുമ്പോ ഓടി ചാടി കയറി അങ്ങോട്ട് ചെന്നേക്കരുത്. ചെല്ലരുത്, അത് അമ്മാവന് ഇഷ്ടല്ല. 2, അമ്മാവന്റെ കൂടെ ഇരിക്കരുത്. 3, കഴിയുന്നതും അമ്മാവനെ കാണാതിരിക്കുക. അയ്യോ, രണ്ടും കൂടി പന്ത്രണ്ട് പേടിച്ചതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണേ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാത്ത ഇവരോടാണ് ഈ പാട്ട് പാടി മനസ്സിലാക്കുന്നത്. കൊടുക്ക നമ്മൾ പറഞ്ഞുതരാം. അധ്വാനിക്ക, അതായത് നയിക്ക. നമ്മൾ രാവും പകലും കൈക്കോട്ടെടുത്ത് പറമ്പിൽ കിളച്ച, മതിൽ കെട്ട, മതിൽ പൊളിക്ക, പിന്നെയും കെട്ട, പിന്നെയും പൊളിക്ക, പിന്നെയും കെട്ട, പിന്നെയും പൊളിക്ക. ഇങ്ങനെ ആകുമ്പോ എന്താവും? അമ്മോൾ സന്തോഷാവും. സന്തോഷായ നിങ്ങൾ ഗോളടിച്ച് സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. കിട്ടുവോ? കിട്ടുമെന്നോ? എന്താ ഇവിടെ കിട്ടുമെന്നോ?
അതിനാണ് നമ്മൾ രാവും പാലും ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ചത്. ഇതിന് മൂപ്പര് ഒലക്കാൻ വിളിച്ച് നോക്കി കിട്ടുമോ? അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇയാളുടെ വാപ്പാനെ കയറി പട്ടിനെ വിളിച്ചോ. ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇയാളുടെ വാപ്പാനെ പട്ടി നോക്കുന്ന കാര്യോ? അല്ലടോ, സ്വത്തിന്റെ കാര്യം. ഇയാൾ എന്താ ആലോചിക്കണേ? സ്വത്തിന്റെ കാര്യം തന്നെ. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ എന്താ ആലോചിക്കണേ? ഞാൻ തന്റെ വാപ്പാനെ പട്ടിന്ന് വിളിക്കുന്ന കാര്യം ആലോചിച്ചതാ. ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. ബാപ്പന്റെ ബാപ്പനെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി. ആ കുട്ടികൾ അവിടെ കിടന്നിട്ട് അധ്വാനിച്ചോട്ടെ. നിങ്ങൾക്ക് ഗുളിക ഓടിക്കേണ്ട സമയമുണ്ട് കേട്ടാ. അങ്ങോട്ട് നടക്ക്, ഞാൻ കാണിച്ചു നടക്ക്. അധ്വാനിക്കുന്നവനും ഭാരം ഇയാളെ വാപ്പനെ പട്ടിന്ന് വിളിക്കേണ്ടി വരുമോ? ചുമക്കുന്നതിനുള്ള നമ്മുടെ സ്വത്ത് ഉടനെ രജിസ്റ്റർ ചെയ്ത് രാകേഷിന്റെയും രമേഷിന്റെയും പേരിലാക്കണം. അത് ഉടനെ വേണോ? സ്വന്തം കാലിൽ നിക്കാറായിട്ട് പോരെ? അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവര് ചെറിയ കുട്ടികളല്ലേ? അല്ലേ? അത് ഇവിടെ പറയും. അല്ലേ? എന്തായാലും ശരി, അവരെന്റെ അനന്തരവന്മാരാണ്. അവരുടെ സ്വത്ത് അവർക്ക് കൊടുത്തേ മതിയാവും. എനിക്കാണെങ്കിൽ വയസ്സായി, ഇനി അവർ സ്വന്തമായി കൈകാര്യം ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ആ വെള്ളം വേണം? വേണ്ട 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 വേണ്ട. ഇവിടെ വെക്കണ്ട, ഇവിടെ വെക്കണ്ട. ഉം. ഒരു പങ്ക് കൂടെ വേണം. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. എവിടെ? നോക്കി നോക്കി. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ കേട്ടാ. ഇനി ഭാഗം വെപ്പും രജിസ്ട്രേഷനും ഒക്കെ നമുക്ക് പിന്നെ ആവാം. മെല്ലെ 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 മെല്ലെ. എന്തോന്ന് ചൊറിഞ്ഞോണ്ടിരിക്കാം. ഈ ഓലമടല ശല്യം ഞാൻ ഒഴിവാക്കി തരാം. എന്താടാ ഓലമടലിൽ എന്തായാലും മറ്റളവോ? കോയിഷ കോയിഷ കോയിഷ, എന്റെ പൊന്നും കോയിഷ, കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് ഞമ്മൾ ഒന്ന് കഴിച്ചിട്ട്. എടാ കുഞ്ഞു മുഹമ്മദേ, കഞ്ഞി എന്തേ? അല്പ സ്വല്പാണെങ്കിൽ സാരില്ലായിരുന്നു. ഇത് രൂപ 85,000 അല്ലേ? എന്നാ അതിന്റെ അർത്ഥം 85,000 രൂപ നീ പോക്കറ്റിലാക്കിന്നല്ലേ അല്ലേ? ഇങ്ങോട്ട് നോക്കടാ. ആ തന്നെ, അതിന്റെ പോക്കറ്റായി പോയതാ. എന്റെ ദൈവമേ, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എന്താണ്? അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. എന്താണ് കോയിഷ? നിങ്ങൾ നമ്മൾ ഒന്നല്ലേ, പിന്നെ എന്തിനാ ഈ ഒളിച്ചു നോക്കണേ? എന്തിനാ ഈ സങ്കടം? എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടണം. അല്ലാ, അസല് ബിത്താണ് മോനെ. അല്ല, അന്റെ പോരല്ലേ ഇമ്മാതിരി ഒരു ബിത്ത് ഞമ്മക്ക് കിട്ടാണ്. വേറെ ഇല്ലല്ലേ? ഇല്ലേ? ഇല്ല. ഒറ്റൊന്നും മോനെ. ഒരു ഉമ്മക്കാരൻ. കരളേ എന്റെ കരളിൽ അല്ല, ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ കുത്തിയിരിക്കാ? ആര് പറഞ്ഞു ജോലി ചെയ്തില്ലാന്ന്? ജോലി ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. വെക്കാതെ ഒരു ബീഡിങ്ങ. അതെ, അവനെവിടെ? ഇവിടെ അരേടി രമേശല്ലേ? അവന് ദേഹം ഇളകാതെ ജോലി ചെയ്തപ്പോ ദേഹം മുഴുവൻ വേദന. ആ ഇളകാറ് ചെയ്തിട്ട് ആ വേദന. ആ എനിക്കും വേദന ഇല്ലാതില്ല. പക്ഷെ സ്വത്തുക്കൾ കിട്ടുന്നതുവരെ ഞാൻ ജോലി ചെയ്യും. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും കേട്ടാ. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും സ്വത്തിന്റെ തരി പോലും കിട്ടാൻ പോകുന്നില്ല. ഇത്ര മണ്ടനായി പോയല്ലോ നീ. ആ 3 ചെകുത്തന്മാരും കൂടെ ചേർന്ന് ഈ കോഴിശ്ശേരി തറവാട് കുളം തോണ്ടും തീർച്ചയാ. നീ ഒന്ന് പോടാ, അതൊക്കെ നിന്റെ തോന്നല. എന്നോട് അവർക്കെല്ലാം എന്ത് സ്നേഹമാണെന്നോ, പ്രത്യേകിച്ച് ഇക്കാക്ക്. ഞാനിപ്പോ പൊയ്ക്കേ കാണും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ എടുത്തേക്ക് തരും. നീ ആ ഗതാഗതത്തിനെ വിട്ടിട്ട് ആ ധനകാര്യത്തിനെ പിടിക്കാൻ നോക്ക്, വല്ലതും നടക്കും. നീ വെറുതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്ത് നിരുത്സാഹപ്പെടുത്തരുത്. എനിക്കിവിടെ പണിയുണ്ട്, നീ പോവാൻ നോക്ക്. അയ്യാ, അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം. പോടെ പോടെ. ഞാൻ പോവാ. ഇവന്മാര് ഇക്കണക്കിന് അമ്മാവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയൽവക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും. ചെയ്യും ചെയ്യും. ആ നാരായണുള്ള കാര്യസ്ഥനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ അയാൾ ഇവിടെ പോയി കിടക്കുന്നത്.
ആ എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതാ 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 പോണം അതാ പോണം അതെ പോണു. അതാ പോണോ? അല്ലോ ഗുഡ് മോർണിംഗ് ഇക്ക. ആ വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചോവ് പറയും, ഇങ്ങനെ വളച്ചൊടിച്ചണ്ട കേട്ടാ. എന്നാ നേരെ ജോവിന് പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജോലി എടുപ്പിച്ചില്ലേ? എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? നിങ്ങൾക്കെല്ലാം ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല അതവിടെ ഇരിക്കട്ടെ, ഈ ആകാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പം ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? ആ, അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല ഈ കഞ്ഞിയും ചമ്പന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പ് അദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ. നേരാണോ കോശിച്ചായ? പിന്നെ ഏ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തി ഞമ്മളെ വിളിച്ച് പറഞ്ഞു. സത്യം? ആ, ഏ? കള്ളത്തരം ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. ആ താട് വന്നേ. എന്തിനാ തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ഓ ദേവോ മൃദേവോ മൃഡകാ സ്വാമി ബൽദേവാ സ്വാമി ഗുരുവായൂരപ്പ സ്വാമി 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 ഓം സ്വാമി സ്വർണം സ്വർണേശ്വരായ നമഃ സ്വാമി പ്രതികടയും സ്വാമി ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. സ്വാമി ഭഗവാനെ പ്രതികടയും സ്തുരീം പ്രീം സ്തുതരീം സുവർണക്ഷേത്രീം പ്രതികടയും സംസ്നാഹിം സ്വാമി ഭഗവാനെ. ഹലോ മാളഭട്ട് ഹിയർ. ആർക്കാണ് സംസാരിക്കാൻ കൊടുക്കാനത്? ആ സറി സറി മാണിക്കൻ സാർക്കാണാ? എവിടെയാണ് നിങ്ങൾക്ക്? ഓ ആ കാര്യം നമ്മൾ ഏറ്റു. സറി സറി ആദ്യം നിങ്ങൾ വെക്കേ, എന്നിട്ട് നമ്മൾ വെക്കാം. ആദ്യം നിങ്ങൾക്ക് വെക്കാൻ കൊടുക്കേ, എന്നിട്ട് നമ്മൾക്ക് വെക്കാൻ കൊടുക്കാൻ പറ്റേ. സരി സരി ഓക്കെ ഓക്കെ. അപ്പ എന്താണ്? മോള് കോളേജിൽ പോയിട്ട് വരട്ടെ. ആ മോള് കോളേജിൽ പോയിട്ട് വേഗം വരണം. കോളേജ് വിട്ടാത്തോടായോ? ഈ അപ്പയ്ക്ക് എപ്പോ നോക്കിയാലും തമാശയാ. തമാശയല്ലടോ, കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ടിവിയിൽ കാണാൻ കൊടുക്കാറില്ലേ, ചില കള്ളന്മാർ വന്നേ മതിൽ പൊക്കി നോക്കി പെമ്പിള്ളേരെ പിടിച്ചോണ്ട് പോണത്. അങ്ങനെ പോകുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോണം. പോയിട്ട് പറഞ്ഞം, വരാതിരിക്കരുത്. ഓക്കെ അപ്പ, കോളേജിൽ പോയ സമയം പോയിട്ട് വരട്ടെ. എന്ത് പണ്ടാറമാണ് കളിക്കാനത്? കോശായ, എന്താ? ജാനകി വല്യമ്മയുടെ വീട്ടിൽ പോകാൻ കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാം. എത്രയാ വേണ്ടത്? ഒരു 1000 രൂപ വേണം. വല്യമ്മായുടെ വീട്ടിൽ പോയാലല്ലേ രൂപ ചെലവാവുള്ളൂ. അപ്പോ ഞാൻ പോകണ്ടെന്നാണോ കോശായം പറയുന്നത്? ആരാ ഇവിടുത്തെ ധനകാര്യം നോക്കണേ? ആ എന്താ രാകേഷേ മുഖത്തൊരു ബല്ലായ്മ? വല്യമ്മയുടെ വീട്ടിൽ പോയി 1000 രൂപ വേണം. അത്രേ ഉള്ളൂ? 2000 ഉറുപ്പ്യ മേടിച്ചോ? ഒരു 10% കമ്മീഷൻ പോയിട്ട് ബാക്കി 1800 രൂപ വാങ്ങിച്ചോളൂ. എന്താ സമ്മതല്ലേ? ഓ അല്ല കുഴപ്പമില്ല. കിട്ടുന്ന അങ്ങോട്ട് മേടിച്ചോളി, ഒക്കെ ഞമ്മള് പറഞ്ഞുതരാം. ഇപ്പൊ ഈ 200 ഉറുപ്പ്യ കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, സ്വന്തം ബാപ്പത് പോലെ സ്നേഹിക്കുന്ന ഇയാൾക്കും വേണ്ടിട്ടല്ല. പിന്നെ ഇവിടെ വേറെ എടുത്തിട്ടുണ്ടല്ലേ നാരായണൻ, ആ നാറയ്ക്ക് വേണ്ടിട്ടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? പറയും. വേണ്ട, കുട്ടി എപ്പോഴാ പോണേച്ചോടെ വന്നോളൂ, ഞാൻ കാശ് ആ തരാം. ശരി, ഞാൻ പോകുന്നു. ഞമ്മളോട് പോകാനേ? അവോ പിന്നെ ആ 200 100 ഇങ്ങോട്ട് എടുക്ക്.
ചത്താ മതി ഇവിടെ. പൈസ ചോദിച്ചപ്പോ കൊഞ്ചുതാ. പൈസ ഉണ്ടാ? ആ പന്നി പോയാ? പോയി പോയി. ആ പൈസ ഇട്, പൈസ തരാടാ. നിന്റെ ഒരു ടെസ്റ്റ് നടക്കണ റാസ്കൽ. മേഡം മേഡം ഒരു കള്ളൻ. ആരാ മേഡം? ഏതാ മേഡം? ഗുഡ് മോർണിംഗ് മേഡം. ആര് കള്ളനോ? മോർണിംഗ്. ദേ, ഇവൻ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. എടാ കട്ടവനെ, നിന്നെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. അയ്യോ, നമ്മുടെ ഓമനല്ലേ ഇത്? അതെ, എടാ കുരുത്ത് കെട്ടവനെ, നീ എന്തായി കാണിച്ചത്? നമ്മുടെ കട ഞാൻ അറിഞ്ഞില്ല. ഏ? അല്ല പിന്നെ നമ്മുടെ കടയിൽ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടെന്ന് പരാതി വന്ന അമ്മാമേ. അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞ ഒരു ബക്കറ്റിലിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കളയാം എന്ന് വിചാരിച്ചപ്പോഴല്ലേ ഇവ എന്നെ കയറി പിടിച്ചത്. നീ മോഷ്ടിച്ചാണോ? ഞാൻ മോട്ടിച്ചല്ല. അല്ല, നീ കട്ടതല്ലേ? അല്ല, എനിക്ക് മോട്ടിക്കാനും അറിയില്ല. പിന്നെ എടാ, നീ കാരണം എന്റെ മക്കളൂടെ നശിക്കല്ലോ. ദേ, ഇനി എന്റെ മക്കളുടെ കൂടെ നിന്നെ കണ്ടുപോകരുത്. കൂടില്ല. ഇന്ന് തന്നെ നാട് വിട്ടേക്കണം. പോയേക്കാം. ഉടനെ. ഉടനെ പോയേക്കാം. എടാ, ആ സാധനങ്ങളൊക്കെ ഇവിടെ വെക്ക്. വെക്കട അവിടെ. ടെസ്റ്റ് ചെയ്യണ്ടേ? ടെസ്റ്റ്. എടാ കുപ്പി എടുത്തേക്ക്. എല്ലായിടത്തും വെക്ക് ഇവിടെ. അതെ, എല്ലാം വെച്ച്. ഓ, എടാ നീ കട്ടതല്ലേ? എടാ കട്ടതല്ലേ നീ? ഞാൻ മോട്ടിച്ചൊന്നുമല്ല. പോടാ കള്ള. ആഹാ. യെസ്. ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞാൻ കോഴിശ്ശേരിന്ന് വരികയാണ് സർ. അവിടുത്തെ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ക്ലബിന്റെ 12ാമത്തെ വാർഷികമാണ് സർ. സാറ് ഉദാരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്ത്. അല്ല, ഗംഭീര പരിപാടികളാണ് സാർ. വെടിക്കെട്ട്, കമ്പം, ദീപാലങ്കാരം, പിന്നെ ആന എഴുന്നള്ളിപ്പ്, പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടാണോ താൻ ഒറ്റയ്ക്ക് റെസീറ്റ് എഴുതി തിരിച്ചേ? അത് പിന്നെ ഞങ്ങളുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോരുത്തര് ഓരോരോ സ്ഥലത്ത് പോയി പിരിച്ചാൽ വ്യാപകമായി പിരിക്കാമല്ലോ എന്ന് കരുതിയാ. അത് ഞാൻ ഒരു സ്ഥലത്ത്, അവര് പല സ്ഥലത്ത്. ശരി ശരി. കലാപരിപാടികൾ എന്തൊക്കെയാണ്? പലതും ഉണ്ടെങ്കിലും അരണക്കാട് സുദേവന്റെ കഥാപ്രസംഗമാണ് സാർ മെയിൻ. ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പോലീസിൽ വിളിച്ചിട്ട് വരാം കേട്ടോ. അത് ശരി. എന്തിനാ സാർ? സത്യം പറ, നീ ആരാണ്? ഞാൻ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് മിണ്ടി ക്ലബിന്റെ. പോകരുത്. എടാ, ഞാൻ ആരാന്ന് നിനക്കറിയോ? ഇല്ല സാർ. ഞാനാണ് നീ പറഞ്ഞ കാതികൻ അരണക്കാട് സുദേവൻ. മനസ്സിലായോ? ഞാനറിയാതെ ഇന്നൊരു കഥാപ്രസംഗം. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട, നിന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. സാർ, അത് ബൈ ബർത്ത് എനിക്കുള്ളതാ. ആക്ച്വലി ഞാൻ പാവമാണ് സാർ. കള്ള റെസീറ്റ് ഒരു പിരിവിൽ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കും. സാർ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം സാർ. എടാ, ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ആ. ശരി, ഇപ്പൊ ഇങ്ങോട്ട് വാ. ഇനി ഒരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ കാതികൻ അരണക്കാട് സുദേവനൊന്നല്ല. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. ഫസ്റ്റിലേ നീ വരണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടതായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് നീ ഒരു 25 ഉറുപ്പിക അടിച്ച് പോലായിരുന്നു ഇല്ലേ? പിന്നെ ഈ വേലായുധം തമ്പി അത്ര മാന്യനൊന്നല്ല. നിനക്കറിയോ, ഞാൻ ഇത്രയും കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല. എല്ലാം കള്ളക്കണക്കല്ലേ. ഒരു നേക്കും ഒരു ഐഡിയ ഒക്കെ വേണം. മനസ്സിലായോ? അപ്പൊയ്ക്കോ പോയിക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കൂടാൻ വന്ന അവിടെ കേറി കേൾക്ക. ചേച്ചി തമ്പി, ഐ ആം ഫ്രം ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കള്ളക്കണക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ സബ്മിറ്റിംഗ് ഫോൾസ് ആൻഡ് ബോഗസ് അക്കൗണ്ട്സ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഷർട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ഹിയർ ദാറ്റ്? പിന്നെ ഞാൻ നിങ്ങളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ റെയ്ഡ്. നോ 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 തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. സാർ വരണ്ടു പോയി അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും അല്ല.
അഭ്യസ്തവിദ്യനായ ഒരു തൊഴിൽ രഹിതനാണ് ഞാൻ. എന്റെ പേര് KR അഴകപ്പൻ BSc. ആ താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരിയടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? കള്ളപ്പിരിവിന് ഇറങ്ങിയത് തന്നെ, പക്ഷെ ദാരിദ്ര്യം കൊണ്ടാ. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. ഇതിലൊരു ലേഖനം ഞാൻ പകുതിയാക്കി വെച്ചിരിക്കണം. വായിച്ചിട്ട് തരാം കേട്ടാ. അങ്ങനെ വായിക്കണ്ട. ഏയ് അധികം താടാ. ആ നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ആ ബുക്ക് വേണം. ആ അത് ചോദിച്ചാ പോരെ. എടുക്ക, നീ ഒരു കാര്യം ചെയ്യ്, അതെടുത്ത് വായിക്കും. പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ. അയ്യോ എന്താ ഇതെന്താ? അയ്യോ ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? നിങ്ങൾ കുട്ടികളെ പോലെ ശബ്ദം ഉണ്ടാക്കി കളിക്കണേ. അയ്യോ അതല്ല, ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അയ്യോ ഇത് അടുത്ത വീട്ടിലെ കുട്ടിയുടെ കളിക്കുന്ന ഇത് അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. അയ്യോ ദേ പിന്നെ അടിക്കും. അയ്യോ പറ്റിയ അയ്യോ അതൊന്നുമല്ല. അതെ 6 മാസം മുമ്പ് ഇവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം ഇതുപോലുള്ള ഹോണടി കേട്ടാ ഇവന് വട്ടളകും. അയ്യോ എന്നിട്ട് എന്താണ് നീ ഇത്ര കാലം പറയാതിരുന്നേ? അത് പറഞ്ഞ ഇവൻ എന്റെ കഴുത്തിൽ കയറി പിടിക്കും. അയ്യോ എന്റെ മോനെ എന്നാൽ ഉടനെ പറയാം. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. വേഗം കൊണ്ട് കാണിക്കണം. അയ്യോ ഒന്ന് പോണ പറ്റും, പോട്ടെ. മോനെ ഇതിപ്പോ ഞങ്ങളായിട്ടല്ലേ, വേറെ വല്ലവരാണെങ്കിലോ? അതെ 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 അയ്യോ, നമുക്ക് ഉടനെ വേഗം ആരെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഇയാളെ നീ പറ്റിക്കോ ഈശ്വര. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നുപോകും. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്റെ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? ആ. പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്റ് ആ. അതുവരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. പക്ഷെ അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. എന്നാ നോക്കുക. സാർ ഓനെ ഒരു മാർക്ക്. ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? ആ. 1 2 ആ. 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടുകയാണ്. ഒന്ന് പിടിക്കും. കൈയിരിക്കട്ടെ. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. പോയിക്കോട്ടെ. സാറ് പുതിയതായിട്ട് ഈ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറി വന്നതല്ലേ? അതുകൊണ്ട് അതുകൊണ്ട് ഈ വേലായുധൻ തമ്പിയുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. സാർ ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ വീടിന്റെ വേലി അയാൾ പൊളിച്ചു. എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. എന്റെ അച്ഛൻ അയാൾ തല്ലിച്ചതച്ചു. ചേച്ചേ ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ തമ്പിയെ കണ്ട് സംസാരിച്ചു നോക്കാം. സംസാരിച്ചു നോക്കണം. അച്ഛയ്ക്ക് സാറ് മർദ്ദനമുറ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും സാറിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ എനിക്ക് സാറിൽ കൂടുതൽ വിശ്വാസം. സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നമുക്കത് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. വേണ്ട. സോറി, മറ്റുള്ളവരുടെ ചെലവില് സാർ ഒരു ചായ പോലും വാങ്ങി കഴിക്കില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. സാറ് എന്റെ ചായയുടെയും കൂടെ കാശ് കൊടുത്തോണം. എങ്കിൽ കുടിച്ചോ. താങ്ക് യു സാർ. എന്താ സാറ് കുടിച്ചാട്ടെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്നാ ഹലോ, ആരാണ്? ഹലോ, നമ്മൾ തമ്മില് നേരിട്ട് പരിചയമില്ല. എന്റെ പേര് അഡ്വക്കേറ്റ് ചന്തു മേനോൻ. ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. എന്താ കാര്യം? ആ അഴകപ്പനെ നിങ്ങൾ പോക്കറ്റ് അടിക്ക് പിടിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും അവന്റെ ഒരു പെർമനന്റ് ശത്രുവാണ്. അവനിപ്പോ എവിടെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ തമ്പിയെ ഇപ്പൊ വിളിച്ചത്. അഴകപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ പോലീസ് വേഷത്തിൽ ഒരു നാടക നടനെയും കൂട്ടിയാണ് വരവ്. എന്ത് നാടക നടൻ പോലീസ് വേഷത്തിൽ വന്ന് എന്നെ വരട്ടെ? ഈ വേലായുധൻ തമ്പിയെ? അതെ, കള്ള പോലീസുമായിട്ട് വന്ന് നിങ്ങളെ വരട്ടാനാണ് അഴകപ്പന്റെ പരിപാടി. ശരി, വരട്ടെ. ബാക്കി ഞാൻ ഏറ്റു.
ആ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള എനിക്കറിയാം. യു ആർ വെരി കേപ്പബിൾ, ഐ നോ. സാർ, തമ്പി ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് സാർ അയാളോട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അയാൾ സാറിനെ ഉപദ്രവിച്ചെന്നിരിക്കും. എന്നെ ഉപദ്രവിക്കണം? അസലായി. എന്താ തമ്പി, ഇവൻ പറയുന്നത് ശരിയാണോ? എന്താ ശരിയാണെങ്കിൽ നീ തിന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും കുറെ നാടകക്കാരൊക്കെ കണ്ടിട്ടുള്ളതാ. എന്റെ സ്വഭാവം മാറും. അയാൾ എന്നെ അടിക്കരുത്. എന്നെ വേണമെങ്കിൽ അടിച്ചോ. താൻ എന്നെ അല്ല, എന്റെ ഈ കുപ്പായത്തിനാണ് അവമാനിച്ചത്. ക്ഷമിക്കണം സാർ. സാർ ഒറിജിനൽ പോലീസ് മനസ്സിലായത്. മനസ്സിലായില്ലേ? ഒരു ചന്തുമേനോൻ വിളിച്ചിരുന്നോ? ഇതേപോലെ പല ചന്തുമേനോനും വിളിക്കും. വരണം സാർ. എന്താ വേല ഇതവിടെ? ഒന്നുമില്ല ചേച്ചി, ഞാനിവിടെ പട്ടിക്കുട്ടിയെ കളിക്കേന്. അയ്യോ ഒന്നേ, എന്നെ കണ്ട ഒരു മോഹൻലാൽ സ്റ്റൈൽ ഉണ്ടല്ലേ? മോഹൻലാൽ ഉണങ്ങിയ പോലെ ഉണ്ട്. ചെത്തിന്റെ ഒരു വേഷം കണ്ടില്ലേ? സൂയപ്പെടേണ്ടാധിപതിയല്ലേ അവൻ. ചെത്തെന്ന് പറഞ്ഞാൽ മോശമാണെന്ന് വിചാരിച്ചു. ചെത്തി തന്നെ നടക്കുമെന്ന് കഴിഞ്ഞാൽ അന്തിക്കളെടുക്കാൻ സമയമായി. അവൻ അവിടെ പുറത്തൊഴിൽ പറഞ്ഞില്ല. ഞങ്ങളുടെ മാനങ്ങളായിരുന്നു. തെങ്ങ് കണ്ടപ്പം പിന്നെ വേറൊന്നും വിചാരിക്കാതെ ഞാനും കേറിപ്പോയി എന്ന് വിചാരിച്ചേ ആക്കാതെ കേട്ടാ. ഇവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തെങ്ങ് അവന്റെ കണ്ണി പെട്ട അവൻ കേറിയിരിക്കും. അവന്റെ വേഷവും പരിസരവും ഒന്നും അവന് പ്രശ്നമല്ല. അതെ, ഈ തെങ്ങുമായി എന്റെ ജീവിതത്തോട് അത്രമാത്രം അഭേദ്യമായ ഒരു ബന്ധമായി പോയി. അതുകൊണ്ടല്ലേ തന്നെയല്ല അന്തികൾ എടുക്കേണ്ട സമയമായി. ഇന്നിപ്പോ ലീവാന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. കള്ളനാശം. ഇക്കണക്കിന് തെങ്ങൊന്നുമില്ലാത്ത വഴി കൂടി വേണം ഇവനെ കൊണ്ടുപോകാൻ. അതെ, ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ പറയുന്നത് നമുക്ക് കാര്യം ചെയ്യാം. പോവാനോ? എന്നെ കൊണ്ട് ഒരു ചുവട് നടക്കാൻ വയ്യ, തന്നെ കൊണ്ടാ മതി. അവനെ നടക്കാൻ വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് നടക്കാൻ പറ്റില്ല. നിക്കേ, നല്ല ആളാണ്. ഞാൻ തന്നെ എവിടൊക്കെ തിരക്കി. എന്തിന്? തല്ലിക്കാനോ? കണ്ട് അതും ഇതും പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കാതെ. ഞാനതെല്ലാം മറന്നു. ഇനിയെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? ഞാനെന്നും റെഡിയാ. ഞാന് എന്റെ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നിർത്തി ഇന്നത്തെ ഫ്ലൈറ്റ് അമേരിക്കക്ക് പോവാണ്. ഇനി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തമ്മിൽ കണ്ടെന്ന് വരില്ല. നിനക്ക് വേണ്ട 10,000 റുപ്യ ഞാൻ തരാം. നീ എന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോര്. അവിടുന്ന് തരാം. അല്ലേ വേണ്ട, തീരെ സമയമില്ല. നീ ബാബുജി നഗറിന്റെ മുമ്പിൽ എന്താ മതി. ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യിൽ പൈസ കൊടുത്തേക്കാം. നിനക്ക് അയാൾ തരും. പിന്നെ ഞാൻ തിരിഞ്ഞ് നടക്കണ്ടല്ലോ. അത് മതി. പിന്നെ ഒരു കാര്യം. എന്താ സാർ? പ്രൈവറ്റ് സെക്രട്ടറി എന്നെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? സാറില്ല, അതിനൊരു കോഡ് ഭാഷയുണ്ട്. അതെന്താ സാർ? അതായത് അവൻ വന്ന് ചെമ്മീൻ എന്ന് പറഞ്ഞാ നീ ഉടനെ ഐസ്ക്രീം എന്ന് പറയണം. അവൻ വന്ന് ഉറച്ച വരണം വേണോ എന്ന് ചോദിച്ചാൽ കയ്പുള്ള നെല്ലിക്ക മതി എന്ന് നീ പറയണം. അപ്പൊ അവനോട് തിരിച്ചറിയാലോ. മനസ്സിലാവും. അത്രയാണ് കോഡ്. പിന്നെ അത്രേ ഉള്ളൂ. ഉടനെ അവനോട് 10,000 രൂപ വാങ്ങും ചെയ്യാം. ഈ ഉപകാരം ഞാനൊരിക്കലും എന്താ അല്ലാതെ ഞാൻ നല്ലൊരു യാത്ര പോകുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാ ചിരിച്ചുകൊണ്ട് യാത്ര അയക്കല്ലേ വേണ്ടേ? മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസസ്. താങ്ക് യു വെരി മച്ച്. അപ്പം ബാബുജി നഗർ ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. താങ്ക് യു സാർ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. സാർ, ഈ ഫയലിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. യെസ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. സാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബാബുജി നഗറിന് മുമ്പിലെത്തിയാൽ വലിയൊരു കള്ളക്കടത്തുകാരനെ പിടിക്കാം. വാട്ട്? അതെ സാർ, അവൻ വലിയ കള്ളക്കടത്തുകാരനാ. സ്മഗ്ലർ അഴകപ്പൻ. നിങ്ങളാരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറ് തന്നെ നേരിട്ട് എന്ന് ഞാൻ പറഞ്ഞ കോഡൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവന്റെ മറുപടി കേൾക്കുമ്പോ സാർ തന്നെ ബോധ്യാവും. സാർ, ചെമ്മീൻ എന്ന് പറയുമ്പോ ഐസ്ക്രീം എന്നും ഉറച്ച ഭരണം വേണമെന്ന് ചോദിക്കുമ്പോ കൈപ്പുള്ള നെല്ലിക്കാന്നും പറയും. ഇതാണ് കോഡ്. ഓഹോ, they are coming now. ആടാ, ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിനപ്പുറത്തെ വഴിക്ക് വേലായുധം തന്നെ എന്നെ ഒതുക്കും.
ഉറപ്പുള്ള ഭരണം വേണം. കൈപ്പുള്ള നെല്ലിക്ക മതി. ഇപ്പൊ കോടി ശരിയായല്ലോ, ഇനി കാശിങ് എടുക്കും വേഗം. ഓഹോ, അപ്പൊ എനിക്ക് കിട്ടിയ ഫോൺ കോൾ കറക്റ്റ് ആയിരുന്നു. ഫോൺ കോളോ? സ്മഗ്ലർ അഴകപ്പ. സ്മഗ്ലറോ? ഞാനോ? ഞാനാണ് കസ്റ്റംസ് ഓഫീസർ ഡിസൂസ. യു ആർ അണ്ടർ അറസ്റ്റ്. ഓ അത് ശരി. ഇനി പറ, ആർക്ക് വേണ്ടിയാണ് ഈ സ്മഗ്ലിംഗ് നടത്തുന്നത്? സാർ, ചോദിച്ചു കേട്ടില്ലേ? സാർ, ഞങ്ങളുടെ ബോസ് ആരാണെന്ന്, ഞങ്ങളുടെ കൊള്ള സംഘ തലവൻ ആരാണെന്ന് ഞാൻ സാറിനോട് പറയാം. പക്ഷേ ഒരു വാക്ക് തരണം, അയാളെ ഉപദ്രവിക്കരുത്. അയാൾ വെറും പാവമാണ് സാർ. പറ. വേലായുധൻ തമ്പി. ആരാ മനസ്സിലായില്ല? അഴകപ്പനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. എന്നെ സാർ, ബോസ് എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കൊള്ള സംഘത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ഈ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. സംഘം, ദൈവമേ. ബോസ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ല 1000 കിലോ സ്വർണം. അത് റെഡി ചെയ്തുകൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് അതിന് കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ ഇരിക്കും. ഇല്ലേ സാർ? എടാ സാർ, ഏത് സ്വർണ്ണം എന്ത് സ്വർണ്ണം എനിക്കൊന്നും അറിയില്ല സാർ. അതിനെ വേണ്ട, എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? സത്യം പറ. സത്യമായിട്ട് സാർ എനിക്കൊന്നും അറിയില്ല സാർ. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്ക് പ്ലീസ്. എവിടെ സ്വർണ്ണം? സാറിനെ ഒന്ന് രക്ഷിക്കണം, അതിന് കയ്യോ. പറയിക്കാൻ എനിക്കറിയാം. ജോൺസൺ അടക്ക്. അയ്യോ, കേരള വണ്ടി. മെല്ലെ ഞാൻ കയറിക്കോളാം. അയ്യോ 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 അയ്യോ, എനിക്കോ ദൈവമേ, സാറ് മർമ്മത്തിരിക്കലും സാർ. അയ്യോ ചമ്മേ, ചമ്മേ, അയ്യോ 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 ചമ്മേ, അയ്യോ പാവം സാർ. അയ്യോ അയ്യോ അയ്യോ. സാർ, ഇവൻ കള്ളക്കടത്താരനൊന്നല്ല സാർ, പാവാണ്. ഞാനാണ് സാറെ കള്ള ഫോൺ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സാറേ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ. ശരിയാണ് സാർ. ഓക്കെ, നിങ്ങൾ സ്മഗ്ലർ അല്ലായിരിക്കാം, പക്ഷെ കസ്റ്റംസിന് തെറ്റായ ഇൻഫർമേഷൻ തന്നതിന്റെ പേരിൽ നിങ്ങളെ ചാർജ് ചെയ്യും. വേണ്ട സാർ, ഒരു തവണത്തേക്ക് ക്ഷമിക്കണം. മേലാൽ ഇയാൾ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം സാർ. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എങ്ങനെയുണ്ട് വേലായുധൻ തമ്പി? അയ്യപ്പ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരം അറിയും. കറക്റ്റ് ആണേ.